ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം. സോ നമ്മൾ ലാസ്റ്റ് ടൈം ചെസ്റ്റ്നട്ടിൻ്റെയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫോർ ദിസ് ടൈം നമ്മളൊരു ലീഫാണ് വരയ്ക്കാൻ പോകുന്നത്. യെറ്റ് അനദർ ലീഫ്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ചെസ്റ്റ്നട്ട് ലീഫാണ്. ചെസ്റ്റ്നട്ട് അല്ല, സോറി, മേപ്പിൾ ലീഫാണ് വരയ്ക്കാൻ പോകുന്നത്. മേപ്പിൾ ലീഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു കുറച്ചും കൂടെ പരന്നൊരു ടൈപ്പ് ഓഫ് ലീഫാണ്. ആൻഡ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന പെൻസിൽ ക്യാംലിൻ ഗ്രിപ്പ് മാക്സിൻ്റെ 0.7 മെക്കാനിക്കൽ പെൻസിലാണ് കേട്ടോ. ഫോർ ദ ബേസിക് സ്റ്റാർട്ടേഴ്സിന് നമുക്ക് ഇത് മതിയാവും. ഞാൻ ഫസ്റ്റ് വരയ്ക്കാൻ പോണത് ഒരു ലൈൻസാണ്. കുറച്ച് വലുതായിട്ടാണ് വരയ്ക്കുന്നത്. സോ ഐ എം ജസ്റ്റ് ഡ്രോയിങ് എ ലൈൻ. ഒരു ലൈൻ വരച്ചു. ഇനി ആ ലൈനിൻ്റെ നേരെ താഴോട്ട് ഞാനൊരു ലൈൻ വരച്ചു. ദിസ് ഇസ് മൈ സെൻറ്റർ കേട്ടോ. ആ സെൻറ്ററിൽ നിന്ന് മുകളിലേക്കും താഴേക്കും ലൈനുണ്ട്. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഒരു ലൈൻ, ഇവിടെ ഒരു ലൈൻ. അതേപോലെ ഇപ്പുറത്ത് രണ്ട് ഡയറക്ഷനിലേക്കും ഇങ്ങനെ. ദിസ് ഇസ് ഹൗ മൈ ലൈൻസ് ലുക്സ് ലൈക്ക്. ഇത്രയും ലൈൻസ് 1 2 3 4 5 ടോട്ടൽ ഒരു 5 + 1 6 കേട്ടോ. താഴത്തേക്കുള്ളത് കൂട്ടണ്ട. പക്ഷേ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഓരോ ഡയറക്ഷനിലേക്കും കൂടെ ഒരു 5 ലൈൻസ് നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ലെറ്റ്സ് ടേക്ക് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ടോപ്പ് പോർട്ട് എടുക്കാം. ഇവിടെ നിന്ന് ഇതിന് ഈ രണ്ട് ലൈനില്ലേ, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ കൊണ്ടുപോവുക. ഇങ്ങനെ മുകളിലോട്ട് തന്നെ കൊണ്ടുപോകുക. അപ്പോൾ നല്ല ലെങ്ത്തിൽ കൊണ്ടുപോകുക. ലെങ്ത്തിൽ കൊണ്ടുപോയതിന് ശേഷം ഇതിൻ്റെ ഈ അപ്പർ പാർട്ട് ഇതിൻ്റെ മുകളിലേക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു മാർക്ക് നമുക്ക് കിട്ടും. ഇതാണ് ഫസ്റ്റത്തെ ഡയറക്ഷൻ. അടുത്തത് നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടെ ലെങ്തിയർ ആക്കുക. എന്നിട്ട് രണ്ടാമത് അങ്ങനെ ആ പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നില്ല. ഇങ്ങനെ ഇതിൻ്റെ കുറച്ച് താഴ്ന്ന് കേട്ടോ, താഴ്ന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യും. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലൂടെ. അപ്പോൾ ഈ ഒരു പോയിൻ്റ് 1 എന്ന് കൊടുക്കാം. 2 3 ദിസ് ഇസ് 4 5. നമ്മൾ 1ൻ്റെയും 4ൻ്റെയും ഇടയിലൊരു ലൈൻ വരച്ചു. എന്നിട്ട് അത് 1ൻ്റെ അറ്റത്തേക്ക് ജോയിൻ ചെയ്തു. വീണ്ടും 1ൻ്റെയും 2ൻ്റെ ഇടയിലൊരു ലൈൻ വരച്ചു. എന്നിട്ട് അതും ഇവിടെ 1നെ രണ്ടറ്റവും കൂടെ ക്ലോസ് ചെയ്തു. ഇനി അതേ ആ ലൈനില്ലേ, ആ ഇടയിൽ കൂടെ വരച്ച ലൈനിൻ്റെ കുറച്ച് താഴ്ന്ന് 2ലോട്ട് ജോയിൻ ചെയ്യാം. അതേപോലെ നമുക്ക് 3 ഉള്ളത്. 3 കുറച്ച് താഴത്തോട്ട് ഞാൻ ചെരിഞ്ഞിട്ടാണ് വരച്ചത്. അപ്പം അത്ര ചെരിക്കണ്ട. നമുക്കതിനെ ഒന്ന് ഇത്രയും ചെരിവ് മതി. ഓക്കെ. അപ്പം ഞാൻ അതിനൊന്ന് ചെരിവ് ഇത്തിരി ഞാൻ കുറയ്ക്കുന്നുണ്ട്. ഇത്രയ്ക്ക് മതി. ഇനി ഇതിൻ്റെ കുറച്ച് താഴ്ന്ന് ഇതിൻ്റെ അറ്റം വരെ ജോയിൻ ചെയ്തു. അതേപോലെ വീണ്ടും കൊണ്ടുവരാം. കുറച്ചും കൂടെ വീതിയാക്കാം കേട്ടോ. നല്ലൊരു ഇത്തിരിയെങ്കിലും ഈക്വലായിട്ട് കിട്ടും. ഇനി നമ്മൾ സെയിം തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് താഴത്തോട്ട് ജോയിൻ ചെയ്തു. ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെയാണ്. ഇത് ഔട്ട്ലൈൻ ആട്ടോ. ഇത് സ്കെൽറ്റൻ ആണ്. സ്കെൽറ്റൻ എന്ന് പറയുന്നത് ബേസാണ്. വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ വരയ്ക്കാം. ഇവിടെ ഒരു ചെറിയ ലീഫും കൂടെ വരച്ചു കൊടുക്കാം. പക്ഷെ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. സ്കെൽറ്റൻ ഇത് മതി. ഇത് സ്കെൽറ്റനാണ്. ഇതിനെ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്നു എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇത് ഇവിടേക്കൊന്ന് ഇത്തിരി വീതി കൂട്ടി കൊടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ബേസ് വരച്ചു കഴിഞ്ഞു. ഇനി ഈ വരച്ചതിൻ്റെ മുകളിലൂടെ ഇല്ലേ, എന്താ ഇങ്ങനെ
ഒരു ഷേപ്പ്ലെസ് ആയിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. എന്നിട്ട് കോർണർ എത്തുമ്പോൾ ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കുക. എല്ലാ കോർണേഴ്സിലും നമുക്കൊന്ന് ഇങ്ങനെ നല്ല മുകളിലേക്കൊരു വീതിയാക്കി കൊടുക്കാം. ഓക്കെ, ലീഫല്ലേ, ലീഫിൻ്റെ ആ ഒരു ഷാർപ്നെസ് നമ്മൾ മുകളിലേക്ക് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി താഴെ ഞാനത് പെന്നുകൊണ്ട് വരയ്ക്കാം കേട്ടോ, അപ്പോഴേ നിങ്ങൾക്കത് കറക്റ്റ് ആവുള്ളൂ. ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റെമ്മ് വരിക. ഇനി ഇതിനെ ഞാനൊന്ന് സിക്സ് ആക്ക് ആക്കിയിട്ട് ചിലതൊക്കെ ഇങ്ങനെ അഴിഞ്ഞു കൊടുക്കുക, ചിലതൊന്ന് ഷാർപ്പൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇവിടെയും ഈ കോർണേഴ്സൊക്കെ ഞാൻ ഒന്ന് ഷാർപ്പാക്കുക. ബാക്കിയെല്ലാം ഒന്നിങ്ങനെ സിക്സാക്ക് ആക്കി വരിക. കണ്ടോ? ഒരു സിക്സാക്ക് ഫീല് കൊടുത്താൽ മതി. ഉണ്ടല്ലേ? ഇങ്ങനെയാണ് ഔട്ടർ വരിക. ഇനി നമുക്ക് ആകെ സ്റ്റെമ്മ് വരുന്നത് ഈ നടുവിലത്തെ ഇതില്ലേ, അതിന് 2 ലൈനായിട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ അത് ഓരോ ഡയറക്ഷനിലേക്കും വരുവേ. ഇനി താഴത്ത് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ഒരു ഇങ്ങനെ ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചതിന് ശേഷം വീണ്ടും ആ ലൈനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് തന്നെ കൊണ്ടുപോകും. ഓക്കെ, ഇതാണ് നമ്മൾ ഇനി ആ സ്റ്റെമ്മിൻ്റെ മുകളിൽ നമ്മൾ വരച്ചപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിൽ നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ചത് കാണാം. ഇനി നമുക്കത് കളയണം. അപ്പോൾ അത് കളയാൻ ഞാൻ ഇനി ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഇറേസ് ചെയ്ത് കളയാം. അതാണ് ഞാൻ ലൈറ്ററായിട്ടുള്ള പെൻസിൽ എടുത്തത്. നോർമൽ പെൻസിൽ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ലൈറ്റ് പെൻസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ റബ്ബ് ചെയ്ത് കളയാൻ പറ്റും. ഡാർക്ക് പെൻസിലാകുമ്പോൾ വരെ അതിൻ്റെ ബാക്കി ആ ഷെയ്ഡ് അവിടെ തന്നെ നിൽക്കും. എപ്പോഴും ഔട്ട്ലൈൻസൊക്കെ വരയ്ക്കുമ്പോൾ ലൈറ്റർ ഷെയ്ഡ്സ് പെൻസിൽസ് യൂസ് ചെയ്യുക. കണ്ടോ? ഇതാണ് നമ്മുടെ സോ ഫാർ ഉള്ള ഇത് വോട്ട് വി സേ ബേസ് ആയിട്ടുള്ള പെൻസിൽ, ബേസ് ആയിട്ടുള്ള ലീഫ്. ഇനി നമ്മൾ ഇതിലായിരിക്കും ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. സോ ഇതിൽ നമ്മൾ ഷെയ്ഡിങ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗോൾഡൻ കളർ യൂസ് ചെയ്യും, ഗോൾഡൻ അല്ലെങ്കിൽ സാൻഡിൽ കളർ യൂസ് ചെയ്യും. പിന്നെ നമ്മളൊരു ഡാർക്കർ ഓറഞ്ച് ഷെയ്ഡ് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ലാസ്റ്റ് ടൈം യൂസ് ചെയ്ത ബ്രൗൺ ഇല്ലേ, ലൈറ്റ് ബ്രൗൺ, അത് യൂസ് ചെയ്യും. പിന്നെ പിന്നീട് ഒരു ഡാൾ ഷെയ്ഡ് ഓഫ് ഗ്രീൻ. നിങ്ങളുടെ കയ്യിലുള്ള ഗ്രീനിൻ്റെ എത്രമാത്രം ഡാൾ ഷെയ്ഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാമോ അത് വേണം യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ 4 കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷെയ്ഡിങ് ചെയ്യാൻ പോണത്. ഇനി ഫസ്റ്റ് ചെയ്യാമെന്നുള്ള പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഗോൾഡൻ കളർ എടുത്തു. ഏറ്റവും ലൈറ്റസ്റ്റ് ഷെയ്ഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഗോൾഡൻ കളർ എടുത്തിട്ട് ഞാൻ എന്താ ഈ സെൻറ്ററിൽ നന്നായി കൊടുക്കുന്നുണ്ട്. ത്രൂ ഔട്ട് ഫുൾ ലീഫിന് ഗോൾഡൻ കൊടുക്കുകയാണ്.
എല്ലാ കോർണേഴ്സിലും നൂക്ക് ആൻഡ് കോർണേഴ്സിലൊന്നും എത്തണമെന്നില്ല. ഇതിൻ്റെ ഈ നടുവിലുള്ള സ്പേസിലൊക്കെ ഒന്ന് എത്തിക്കിട്ടിയാൽ മതി. നമ്മൾ ഗോൾഡൻ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ലെയർ കംപ്ലീറ്റ് ഗോൾഡൻ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഓറഞ്ച് എടുക്കുന്നത്. ഓറഞ്ച് എടുത്തിട്ട് ഞാൻ ഈ സെൻറ്ററിൽ മാത്രം നന്നായി ഓറഞ്ച് കൊടുക്കുകയാണ്. എല്ലാം ഇതിൻ്റെയും സെൻറ്ററിൽ മാത്രം കേട്ടോ, സ്റ്റെമ്മിൻ്റെ സെൻറ്ററിൽ മാത്രം. 4 കളർ യൂസ് ചെയ്തിട്ടുള്ള ഷെയ്ഡിങ് അല്ലേ, അപ്പോൾ സെൻറ്ററിൽ നന്നായി ആ ഒരു ഓറഞ്ച് ടോൺ കൊടുക്കും. ഇതിൻ്റെ ഈ ഇടയിലെ ഗ്യാപ്പ് വരുന്നില്ലേ, ചെറുത് ഫുള്ളായി കൊടുക്കണ്ട, ചെറിയ ഗ്യാപ്പ് മാത്രം നമുക്ക് ആ ഒരു ഓറഞ്ച് നിലനിർത്തിക്കൊണ്ട് പോവാം. പിന്നെ ഇങ്ങനെ, അതായത് വി ഹാവ് എ ഗോൾഡൻ, അതിൻ്റെ മുകളിൽ നമ്മൾ ഓറഞ്ച് കൊടുത്തു. ഇനി ബ്രൗൺ എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെമ്മില്ലേ, ഈ ആ ഓറഞ്ച് സ്ട്രോങ്ങറായി വരുന്ന സ്റ്റെംസിൻ്റെ ഉള്ളിൽ മാത്രം ബ്രൗൺ വരുന്നത്. ഇത് പെട്ടെന്ന് തീരും കേട്ടോ, ആകെ ചെറിയൊരു ഇതും ഒരു സ്റ്റെം മാത്രം. നിങ്ങൾക്ക് ഈ ബേസ് വരയ്ക്കാൻ മാത്രമാണ് ഇതിൽ കുറച്ച് ടൈം എടുക്കുക. ഞാൻ ഈ ഓറഞ്ചിൻ്റെ സൈഡിൽ മൊത്തം ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുക. ഓറഞ്ച് കൊടുത്തതിന് കുറച്ച് മുകളിലായിട്ട് ഒരു ലെയർ ഓഫ് ബ്രൗൺ. ഒരു ഓറഞ്ചിന് ഒരു ഔട്ട്ലൈൻ ഇടുന്ന പോലെ എവിടെയൊക്കെ ഓറഞ്ച് വന്നിരിക്കുന്നുണ്ടോ അതിന് തൊട്ട് മുകളിൽ ഒരു ഷെയ്ഡ് ഓഫ് ബ്രൗൺ. ഉണ്ടല്ലേ, ഗ്രീനാ ഷെയ്ഡിങ്ങുള്ള. ഗ്രീന് ഞാൻ കൊടുക്കുന്ന ഏറ്റവും അറ്റത്തൊക്കെയാണ് കേട്ടോ. ഗ്രീനിൻ്റെ ഫസ്റ്റ് ലെയർ ഓഫ് ഷെയ്ഡിങ് ഇങ്ങനെയാണ് വരിക. അറ്റം മാത്രം നമ്മൾ ആ ഗ്രീന് കളർ ചെയ്ത് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം ആ ത്രൂ ഔട്ട് ബോർഡറിൽ. ഫസ്റ്റ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിലൊന്ന് സ്മഡ്ജ് ചെയ്തിട്ട് ബാക്കി കളേഴ്സുമായിട്ട് ഡ്വെൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ജോബ്. അതിന് ഞാൻ എൻ്റെ ഈ ഗ്രീനില്ലേ, ഗ്രീന് ഞാനിങ്ങനെ താഴത്തോട്ട് ഇറക്കുകയാണ്. ഗ്രീന് താഴത്തോട്ട് ഇറക്കും തോറും മറ്റുള്ള കളേഴ്സുമായിട്ട് ഗ്രീന് മിക്സ് ആവും. എന്താ
നമുക്കിങ്ങനെ താഴത്തേക്ക് ഇറക്കി കൊണ്ടുവരാം ഗ്രീനിനെ. ഒരു ശരിക്കും ഒരു ലീഫിൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മൾ പഴുത്ത ലീഫ് എന്നൊക്കെ പറയും, വിച്ച് ഇസ് ഒന്ന് ഡൈ ആവാനായ ഒരു ലീഫ്. ഇനി ആ ഗ്രീനിൻ്റെ മുകളിലൂടെ ഞാൻ ഒരു ഷെയ്ഡ് ഓഫ് ഓറഞ്ചും കൂടെ കൊടുക്കാം. കാരണം ഒരു ഓറഞ്ചിന് ഇതിൻ്റെ ഒരു മുകളിലൊരു സ്ട്രോങ് പവറുണ്ട് ഈ ഒരു ലീഫിൻ്റെ. നടുവിൽ കൂടുതൽ ഓറഞ്ച് കൊടുക്കാനാണ് നോക്കേണ്ടത്. നമുക്ക് അതായത് മുകളിലോട്ട് കയറി പോകുന്നതിനെക്കാട്ടിലും ആ ഒരു ഓറഞ്ച് നന്നായിട്ട് ഇനി ഒരു ലെയർ ഓഫ് ഓറഞ്ചിൻ്റെ മുകളിൽ കൂടെ എല്ലാ ഭാഗത്തേക്കും, അതായത് നമ്മൾ എവിടെയൊക്കെ ഗോൾഡൻ യെല്ലോ അങ്ങനത്തെ കളേഴ്സൊക്കെ ഇട്ടിട്ടുണ്ടോ അതെല്ലാത്തിൻ്റെ മുകളിലും ഗ്രീൻ ഒരു ഷെയ്ഡും കൂടെ കൊടുക്കണം. ആൻഡ് ഇതിനകത്ത് നമ്മൾ ഗ്രീൻ തന്നെയാണ് കൊടുക്കുന്നത്. ഇനിയാണ് ഫൈനലായിട്ടൊരു ഷെയ്ഡ് നമ്മൾ കൊടുക്കുന്ന ഗോൾഡൻ വെച്ചിട്ട് ഒരു ഷെയ്ഡും കൂടെ. ഞാൻ മുകളിലില്ലേ നമ്മൾ ഫസ്റ്റ് ഗ്രീൻ ഒരു ലെയർ കൊടുത്തില്ലേ, മുകളിലത്തെ ബോർഡർ, അതിൻ്റെ അവിടെ മാത്രം ഗോൾഡൻ ഒരു ലെയർ. അത് അവിടെ നമ്മൾ ഗോൾഡൻ കൊടുത്താൽ ലൈറ്റായിട്ടൊരു ഷെയ്ഡേ വരുള്ളൂ, അത്രേ വരാൻ പാടും. ഒരു ഫോളിൻ്റെ ഒക്കെ ഒരു ലീഫിൻ്റെ ഒരു ഫീലാണ്. അപ്പോൾ നമുക്കിതിന് പകരം ഗ്രീനിന് പകരം റെഡ് കൊടുത്താലും നല്ല രസമുണ്ട്. റെഡിൻ്റെ ഒരു ഫയർ ടൈപ്പ് ഓഫ് ലീവ്സ്, ഇങ്ങനത്തെ ഇതിനൊക്കെ ഒന്ന് മേപ്പിൾ ലീഫ് എന്നാണ് പറയുന്നത്. ആ മേപ്പിൾ ലീഫിൻ്റെ ഒരു റെഡ് കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലൊരു പ്രിറ്റി ആയിട്ടുള്ള ഷെയ്ഡിങ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമുക്ക് ഷെയ്ഡിങ് വരുന്നത്. നമ്മളൊരു 4 കളറ് മിക്സ് ചെയ്തിട്ട് ആ ഒരു ഇല കുറച്ചൊരു ആ പച്ച കഴിഞ്ഞ് അതിൻ്റെ ലൈഫ് തീരാനാവുമ്പോൾ ഉള്ള ഒരു ലീഫിൻ്റെ ഫീൽ കൊണ്ടുവരാനാണ് കേട്ടോ. നമുക്ക് ഫീൽ ഒന്നുകൂടെ കൊണ്ടുവരാൻ ഈ ഒരു സ്റ്റെമ്മിനും ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുക, അപ്പോഴേ മാച്ചാവുള്ളൂ. മറ്റേത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇത് മാത്രം ഒരു സിംഗിൾ കളറല്ലേ, സ്റ്റെമ്മിനൊക്കെ മാച്ച്. ഇതാണ് ഇന്നത്തേത്. ലൈക്ക് അതിൻ്റെ സ്കെൽട്ടൺ വരയ്ക്കാനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുക. ബട്ട് ദാറ്റ്സ് ഓക്കെ. എന്ന് വരച്ച് നോക്കട്ടോ.